Next, we are going to prove that y together with the metric d dash is complete. A metric space is complete if every Cauchy sequence is convergent. You know that every convergent sequence is Cauchy, and if any in any vector in any metric space, if the Cauchy sequences converge, if any Cauchy sequence in a metric space converges, then we say that that metric space is complete. Here we need to prove y d dash is complete. So y d dash complete ആവണമെങ്കിൽ ഞാൻ ഈ y d dash നിന്ന് ഏത് സീക്വൻസ് yn എടുത്തു കഴിഞ്ഞാലും ആ സീക്വൻസ് എല്ലാം തന്നെ y-ൽ കൺവേർജ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇ ഓഫ് എക്സിലുള്ള എല്ലാ കോഷി സീക്വൻസും വൈയിലുള്ളൊരു പോയിന്റിലോട്ട് ഒരു എലമെന്റിലോട്ട് കൺവേർജ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഫോർ ദാറ്റ് കൺസിഡർ എ സീക്വൻസ്, എ കോഷി സീക്വൻസ് സെറ്റ് കെ k ഈക്വൽ ടു 1 to infinity. നമുക്കറിയാം ഇ ഓഫ് എക്സിലുള്ള എലമെന്റ്സ് എല്ലാം എന്ത് ഫോമിലാണുള്ളത്? ഇസെഡ്, അതായത് കോൺസ്റ്റന്റ് സീക്വൻസുകൾ റെപ്രസെന്റ് ചെയ്യുന്ന ക്ലാസ് ഇക്വേഷൻസ് മാത്രമേ ഇ ഓഫ് എക്സിൽ വരുന്നുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള എലമെന്റുകളുടെ സീക്വൻസ് ആണ് നമ്മളിപ്പോ ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു സീക്വൻസിൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് Z1 മാത്രം എലമെന്റ് ആയിട്ട് വരുന്ന സീക്വൻസ് ആണ്. ആൻഡ് Z2 എന്ന് പറയുന്നത് Z2 മാത്രം എലമെന്റ് ആയിട്ട് വരുന്ന സീക്വൻസ് ആണ്. ഇൻ ജനറൽ ZK എന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? ഇൻ വിച്ച് ദ ഓൺലി എലമെന്റ് ഈസ് ZK. എല്ലാ എൻട്രീസും ZK ആയിരിക്കും. ഇത്തരത്തിലുള്ള ഈ ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് നമ്മളിപ്പോ ചൂസ് ചെയ്തിരിക്കുന്ന കോഷി സീക്വൻസിലുള്ളത്. നൗ ഇനി ഇതിൽ നിന്ന് Z1 എലമെന്റ് എടുക്കുക, Z2 എലമെന്റ് എടുക്കുക, എക്സെട്ര ZK. ഈ എലമെന്റ്സിന് മൊത്തത്തിൽ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Z1, Z2, Z3 എക്സെട്ര ഇതിന് ഞാൻ ഇങ്ങനെ എഴുതുന്നു. The sequence ZK where k equal to 1 to infinity. ഇതെന്തായിരിക്കും? ഇത് എവിടെയുള്ള സീക്വൻസ് ആയിരിക്കും? ഈ സീക്വൻസ് നമ്മൾക്ക് എക്സിലുള്ള സീക്വൻസ് ആയിരിക്കും അല്ലെ? ഈ Z1, Z2 എക്സെട്ര ZK എന്ന് പറയുന്നത് എക്സിലുള്ള എലമെന്റ്സ് ആണ്. ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ സീക്വൻസ് എവിടെ ഉള്ളതാണ്? എക്സിലുള്ളൊരു സീക്വൻസ് ആണ്. ഇപ്പോ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സീക്വൻസ് കോഷി സീക്വൻസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ എടുത്തിരിക്കുന്ന സീക്വൻസ് എന്താണ്? വിച്ച് ഈസ് കോഷി. അപ്പൊ ഇതിൽ nth എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? Zn റെപ്രസെന്റ് ചെയ്യുന്ന ക്ലാസ്. അപ്പൊ ഇത് കോഷി സീക്വൻസ് ആയതുകൊണ്ട് നമ്മൾക്ക് for each epsilon greater than 0 there exists a natural number n such that what? d dash of Zn Zm is less than epsilon for all n m greater than or equal to n. ഇനി ഇതിൽ ഇത് മീൻ ചെയ്യുന്നത് nth element in this sequence എന്നും which one? This one is mth element in this sequence. K1 K2. ഞാനിവിടെ K1 K2 വെച്ചിട്ട് എഴുതുകയാണ്. For all K1 K2 greater than or equal to n. ഇപ്പോൾ ലിമിറ്റ് ഓഫ് ഈ സീക്വൻസിന്റെ nth ടേം എടുക്കണം അല്ലേ? അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് സീക്വൻസ് ആയതുകൊണ്ട് ഇതിന്റെ nth ടേം എന്താണ്? ZK1 തന്നെയാണ് വരിക. ആൻഡ് ഇതും കോൺസ്റ്റന്റ് സീക്വൻസ് ആയതുകൊണ്ട് ഇതിന്റെ nth ടേം എന്താണ്? ZK2 ആണ് വരുന്നത്. ആൻഡ് ദിസ് ഈസ് എ ഫിക്സഡ് നമ്പർ. ദിസ് ലിമിറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ
and this is a constant number. There is no variation in these numbers. കാരണം അതെന്നാൽ സെറ്റ് കേസ് എല്ലാം സെറ്റ് കെ വണ്ണും സെറ്റ് കെ ടുവും മാത്രമേ ഈ സീക്വൻസിൽ എൻട്രീസ് ആയിട്ട് വരുന്നുള്ളൂ. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ദ ലിമിറ്റ് ഓഫ് ഡി ഓഫ് എക്സ് എൻ വൈ എൻ എന്നാണ്. ഇവിടെ എക്സ് എന്നും വൈ എന്നും എല്ലാം എന്ത് തന്നെയാണ്, സെറ്റ് കെ വണ്ണും സെറ്റ് കെ ടുവും തന്നെയാണ് വരുന്നത്. സോ നമ്മൾക്ക് ഇത് ലെസ് ദാൻ എപ്സിലോൺ ഇംപ്ലൈസ് ദാറ്റ് ഡി ഓഫ് ഇസെഡ് കെ വൺ ഇസെഡ് കെ ടു is less than epsilon for all k1 k2 greater than or equal to n, and for each epsilon greater than 0 there exists a positive integer n with this condition. എന്ത് കിട്ടി നമ്മൾക്ക്? ഈ സീക്വൻസിലുള്ള എലമെന്റ്സിനാണ് നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന സീക്വൻസ് എന്താണ്? which is a Cauchy sequence in x. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് എക്സിൽ ഒരു Cauchy sequence ആണ്. അപ്പോ ഈ Cauchy സീക്വൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്ലാസ് എന്തിലുണ്ടായിരിക്കും? There is a class which represented by this Cauchy sequence will be in what? Y ലുണ്ടായിരിക്കും. ഇനി ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തൊട്ട് മുന്നേ ഇ ഓഫ് എക്സിൽ നിന്ന് ആർബിട്രേറ്റ് ചൂസ് ചെയ്ത Cauchy സീക്വൻസ് ഈ എലമെന്റിലോട്ട് കൺവേർജ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ഡി ഡാഷ് ഓഫ് എന്തെടുക്കണം? ഇതിന്റെ ഈ സീക്വൻസിലുള്ള ഈ സീക്വൻസ് അല്ല, നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത Cauchy സീക്വൻസിലുള്ള kth ടേം ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഡി ഡാഷ് ഓഫ് എക്സ് കെ, ഡി ഡാഷ് ഓഫ് എക്സ് കെ, ഞാൻ ഓരോ ആ എഴുതിയിരുന്ന Cauchy സീക്വൻസിൽ ഓരോന്നിനെ ഞാൻ എക്സ് എൻസ് എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ എക്സ് കെ എന്ത് വരും? ഈ സീക്വൻസ് എഴുതണം അല്ലെ? നമ്മൾക്ക് എ എൻ എയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡി ഓഫ് എ എൻ എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നല്ല എഴുതുക. ഞാൻ ഇവിടെ എന്നിന് പകരം കെ എന്നെടുത്തു. ഇവിടെ എ എന്ന് പറയുന്നത് ഈ എഴുതിയിരിക്കുന്ന സീക്വൻസ് ആണ്, ഈ ഒരു ക്ലാസ് ആണ് അല്ലെ? നമുക്ക് വൈയിലുള്ള എലമെന്റ്സ് എല്ലാം ക്ലാസ്സസ് ആണ്. അപ്പോൾ സെറ്റ് കെ, ഈ സെറ്റ് കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റ് പവർ കെ എന്നല്ല, ഒരു കോൺസ്റ്റന്റ്, ഒരു സെറ്റ് വൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, സെറ്റ് ടു എന്ന് പറയുന്ന വേനതൊരു കോൺസ്റ്റന്റ്, അങ്ങനെ മാത്രമേ മീൻ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ സെറ്റ് സഫിക്സ് കൊടുക്കുന്നത് പോലെ തന്നെ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, then k equal to 1 to infinity. Okay, and by definition this is equal to d the limit of xk യുടെ എന്തെടുക്കണം? nth എലമെന്റ് എടുക്കണം. അപ്പൊ എക്സ് കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് കെ എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് ഓഫ് ദ ക്ലാസ് വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ ഇസെഡ് കെ. അപ്പൊ ഇതിൽ എല്ലാ nth ടേംസും എന്താണ്? സെറ്റ് കെ തന്നെയാണ് വരുന്നത്. അപ്പൊ എന്ത് വന്നു? ഡി ഓഫ് ഇസെഡ് കെ, ഇതിലുള്ള nth ടേം എന്താണ് വരിക? ഇസെഡ് എൻ വരും. ആൻഡ് നമ്മൾക്ക് ഈ തൊട്ടു മുന്നേ ഡിസ്കസ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് എന്ത് പറയാം? ഈ എഴുതിയിരിക്കുന്നത് യൂസ് ചെയ്തിട്ട് this is less than epsilon, this is less than epsilon for all n greater than or equal to, for all k greater than or equal to n എന്ന് പറയാൻ പറ്റും by tending this n into infinity, which means the limit of this d of zk, zn എന്ന് പറയുന്നത് n-ലാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായി തീരും? നമുക്ക് for all k greater than or equal to n this expression is less than epsilon. So we got d dash of xk and the class represented by zk is less than epsilon for all k greater than or equal to n. And for each epsilon greater than 0, we can find such a positive integer n, which implies that the Cauchy sequence that we considered from E of x is converging into this element in Y. So every Cauchy sequence in E of x converges to a point
in y. അപ്പൊ അത് എവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വൈയിലുള്ള ഒരു പോയിന്റിലോട്ട് എന്തായാലും ഇ ഓഫ് എക്സ് ഉള്ള കോഷി സീക്വൻസുകളെല്ലാം കൺവേർജ് ചെയ്യും. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇ ഓഫ് എക്സിലേതല്ലാതൊരു കോഷി സീക്വൻസ് എടുത്താൽ, വൈയിൽ നിന്ന് നമ്മൾ ആർബിട്രേറ്റ് ഒരു കോഷി സീക്വൻസ് കൺസിഡർ ചെയ്താൽ സീക്വൻസ് വൈ എൻ എന്ന് പറയുന്നത് കോഷി സീക്വൻസ് ഇൻ വൈ ആണ്. ആർബിട്രേറ്റ് ചൂസ് ചെയ്ത കോഷി സീക്വൻസ് ആണ്. അപ്പൊ ആ ഒരു കോഷി സീക്വൻസും കൺവേർജ് ചെയ്യുമെന്ന് പറയണം. ഇ ഓഫ് എക്സിലേതായിരുന്നെങ്കിൽ കൺവേർജ് ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ ആർബിട്രേറ്റ് ചൂസ് ചെയ്യുന്നത് അത് ഇ ഓഫ് എക്സ് തന്നെ വരണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും വരാം. ഇത് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിട്ട് കൺസിഡർ ഡി ഡാഷ് ഓഫ് ഓക്കെ കൺവേർജ് ചെയ്യുന്നു പ്രൂവ് ചെയ്യണം. ഇനി നോക്കിക്കേ, ഇ ഓഫ് എക്സ് ക്ലോഷർ ഇസ് ഈക്വൽ ടു വൈ ആണ്. നമ്മളിത് പ്രൂവ് ചെയ്യുന്ന സ്റ്റെപ്പിൽ എങ്ങനെയായിരുന്നു പ്രൂവ് ചെയ്യുന്നത്? വൈയിലുള്ള എല്ലാ എലമെന്റ്സും ലിമിറ്റ് പോയിന്റ് ഓഫ് ഇ ഓഫ് എക്സ് ആയിട്ടാണ് വരുന്നത് അല്ലെ? അപ്പൊ ഞാൻ വൈയിലുള്ള എലമെന്റ്സ് ആണ് ഇവിടെ സീക്വൻസിലുള്ളത് അല്ലെ? അപ്പൊ ഈ വൈ എൻ എടുത്തു കഴിഞ്ഞാൽ വൈ എൻ ഇ ഓഫ് എക്സിന്റെ ഒരു ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. അതായത് വൈ എന്നിന്റെ അബൌട്ട് വൈ എന്നിലുള്ള വൈ എൻ സെന്റർ ആയിട്ട് വരുന്ന ഏതൊരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം ഇ ഓഫ് എക്സിന്റെ പോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ 1/n റേഡിയസ് ഉള്ള ബോൾ എടുത്തു. അപ്പൊ അതിലും എന്തുണ്ടായിരിക്കും? ഇ ഓഫ് എക്സിലുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾക്ക് എന്താണ്, ഫോർ എനി n in n there exists an xn in E of x such that what? d dash of xn yn is less than 1/n. ഈ ഒരു ഡിസ്റ്റൻസിന്റെ ഉള്ളിൽ എന്തായാലും ഒരു പോയിന്റ് ഇ ഓഫ് എക്സിലേത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സീക്വൻസുകൾ ഞാൻ കൺസിഡർ ചെയ്തു. സീക്വൻസ് എക്സ് എൻ. ഈ സീക്വൻസ് എന്താണ്? വിച്ച് ഇസ് എ സീക്വൻസ് ഇൻ ഇ ഓഫ് എക്സ് ആണ്. ആൻഡ് ദിസ് ഇസ് എ കോഷി സീക്വൻസ് ഇൻ ഇ ഓഫ് എക്സ്. നമുക്കത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കിയേ. അപ്പൊ നമ്മളൊരു സീക്വൻസ് എക്സ് എന്ന് കൺസിഡർ ചെയ്തു. ആ സീക്വൻസ് എക്സ് എന്നിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ nth ടേം എന്ന് പറയുന്നത് വൈ എന്നുമായിട്ട് 1/n ഡിസ്റ്റൻസിന്റെ ഉള്ളിലാണ് വരുന്നത്. ഈ ചൂസ് ചെയ്തിരിക്കുന്ന ഇപ്പൊ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ സീക്വൻസ് കോഷി സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ഡി ഡാഷ് ഓഫ് xn xm and this is less than or equal to d dash of xn yn plus d dash of yn xm and this is less than or equal to d dash of xn yn plus d dash of yn ym plus d dash of ym xm. ഇതെങ്ങനെ കിട്ടിയിരിക്കുന്നത്? നമ്മളിവിടെ ന്യൂ എലമെന്റ് ആയ yn ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മെട്രിക് ഡെഫിനിഷൻ പ്രോപ്പർട്ടി പ്രകാരം നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. ആൻഡ് നെക്സ്റ്റ് ഇതിൽ ഞാൻ ym ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ എത്താൻ പറ്റും. ഇനി ഇവിടെ നോക്കിക്കേ, ഈ xn yn എന്താണ്, എങ്ങനെയാ വരുന്നത്? ലെസ് ദാൻ 1/n ഡിസ്റ്റൻസിലാണ് വരുന്നത് xnകൾ yn ആയിട്ട്. സോ d dash of xn yn ലെസ് ദാൻ 1/n ആണ്. ആൻഡ് ഇതുപോലെ തന്നെ d dash of ym xm എന്താണ്? വിച്ച് ഇസ് ലെസ് ദാൻ 1/m ആണ്. പ്ലസ് ഇനി d dash of yn ym എന്ന് എഴുതുക. ഇനി നമ്മൾക്ക് ഏത് എപ്സിലോൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ സീക്വൻസ് yn കോഷി സീക്വൻസ് ആയതുകൊണ്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ n1 എക്സിസ്റ്റ് ചെയ്യും such that d dash of yn ym is less than epsilon by 3 for all n greater than or equal to n1. And ഇതുപോലെ തന്നെ നമ്മൾക്ക് ഈ 1/n കറസ്പോണ്ടിങ് ഒരു നാച്ചുറൽ നമ്പർ 1/n plus 1/m കറസ്പോണ്ടിങ് ഒരു നാച്ചുറൽ നമ്പർ n2 കണ്ടുപിടിക്കാൻ പറ്റും such that 1/n plus 1/m is less than, here I am choosing LC
epsilon by 2 and 1 by n plus 1 by m less than epsilon by 2. നമുക്ക് ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും എന്താണ് 1 by n plus 1 by m less than epsilon by 2 ആയിട്ട് വരുന്ന രീതിയിൽ ഒരു രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അതായത് ഇത് ഹാപ്പൻ ചെയ്യുന്ന രീതിയിൽ ഒരു നാച്ചുറൽ നമ്പർ n2 എക്സിസ്റ്റ് ചെയ്യും such that n and m greater than or equal to n2 ആവുന്ന രീതിയിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു n2 എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ n1ലും n2ലും മാക്സിമം എടുക്കുകയാണെങ്കിൽ ഫോർ ഓൾ n and m greater than or equal to that n-ന് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഞാൻ ആ ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജർ n ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? which is epsilon by 2 plus epsilon by 2 for all n and m greater than or equal to n എന്ന് വരും. ആൻഡ് ഈ എഴുതിയിരിക്കുന്ന എന്താണ്? എപ്സിലോൺ. ഇപ്പൊ എന്ത് കിട്ടി? for any epsilon greater than 0 there exists a natural number n such that d dash of xm is less than epsilon for all n and m greater than or equal to n, which implies that the sequence xn is a Cauchy sequence. ഇപ്പൊ എന്താണ്? ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സീക്വൻസ് Cauchy സീക്വൻസ് ആണെന്ന് കിട്ടി. ഇനി നമ്മൾക്ക് എന്താണ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത് സീക്വൻസ് xn Cauchy സീക്വൻസ് ഇൻ e of x ആണ്. സോ ആ ഒരു സീക്വൻസ് എന്താണ്? which is a Cauchy sequence in e of x, and e of x ഉള്ള Cauchy sequence എല്ലാം y യിൽ കൺവേർജ് ചെയ്യും. അപ്പോൾ ഈ ഒരു സീക്വൻസും സം പോയിന്റ് x in y യിലേക്ക് കൺവേർജ് ചെയ്യും. കൺവേർജസ് ടു x in y. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുന്നേ ചൂസ് ചെയ്ത ആർബിട്രേറ്റ് ചൂസ് ചെയ്ത Cauchy sequence in y ഉണ്ടല്ലോ, ഈ സീക്വൻസും ഇതേ പോയിന്റിലോട്ട് തന്നെ കൺവേർജ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൺസിഡർ d dash of y n x. This is less than or equal to d dash of y n x n plus d dash of x n x, and this is less than epsilon. നമ്മൾ തൊട്ട് മുന്നേ ഇവിടെ n1 n2 പറഞ്ഞു, then n കൺസിഡർ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് yn xn ലെസ് ദാൻ എന്താണ് 1 by n ആണ്, പ്ലസ് ഇത് d dash of xn x എന്ന് വരും. xn xലോട്ട് കൺവേർജ് ചെയ്യുന്നത് കൊണ്ടും ഈ n ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ടും നമ്മൾക്ക് എന്താണ് ഇൻ ടോട്ടൽ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു നാച്ചുറൽ നമ്പർ n എക്സിസ്റ്റ് ചെയ്യും. such that for all n greater than or equal to n this condition satisfies. എന്ത് കിട്ടി? d dash of yn x less than epsilon for all n greater than or equal to n, and for any epsilon greater than 0 such a positive integer n exists. Therefore, the Cauchy sequence yn converges to the same point x in y. Therefore, any Cauchy sequence in y is a convergent sequence. So y d dash is complete. y d dash is complete. ഇപ്പൊ നമ്മൾ എന്തെല്ലാമാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്? the metric space xd ക്ക് corresponding the metric space y d dash construct ചെയ്തു, and in a isometric embedding from x to y define ചെയ്തു, and for that isometric embedding e of x closure equal to y ആണെന്ന് പ്രൂവ് ചെയ്തു, y കംപ്ലീറ്റ് ആണെന്നും പ്രൂവ് ചെയ്തു. ഇനി നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? y is unique up to metrical equivalence എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു മെട്രിക് സ്പേസ് സെറ്റ് ഡി ഡബിൾ ഡാഷും ഐസോമെട്രിക് എംബഡിങ് എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെറ്റ് ഡി ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് മെട്രിക്കലി ഈക്വലന്റ് ടു വൈ ഡി ഡാഷ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ എടുത്തു, ഇങ്ങനെ ഒരു മെട്രിക് സ്പേസും ഒരു
ഐസോമെട്രിക് എംബഡിങ്ങും എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്തു. പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ y d ഡാഷും z d ഡബിൾ ഡാഷും മെട്രിക്കലി ഈക്വലന്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾക്ക് അതിന് എന്ത് വേണം? എ ഐസോമെട്രിക് ഫ്രം എഫ് ടിൽ ഐസോമെട്രി എഫ് ടിൽഡ ഫ്രം y to z ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഐസോമെട്രി എന്താണ്? 1 1 on 2 ഡിസ്റ്റൻസ് പ്രിസർവിങ് ഫംഗ്ഷൻ. അപ്പൊ ഞാനിവിടെ എഫ് ടിൽഡ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാനൊരു ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യുന്നു. ഇത് ഇ ഓഫ് എക്സിൽ നിന്ന് ഇസഡിലോട്ടുള്ള ഫംഗ്ഷൻ ആണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് ഇ ഓഫ് എക്സ് is equal to f of x for all x in x. E of x ലുള്ള എലമെന്റ്സ് ഒക്കെ ഏത് ഫോമിലാണ് ഉണ്ടാവുക? E of x such that x belongs to x ആണ്. അപ്പൊ ഞാൻ E of x ലുള്ള എലമെന്റ്സിനെല്ലാം എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? f of f x-ലോട്ട്. f എന്ന് പറയുന്നത് എന്താണ്? x ൽ നിന്ന് z-ലോട്ടുള്ള ഐസോമെട്രിക് എംബെഡിങ് വിത്ത് f of x ക്ലോഷർ ഈക്വൽ ടു z. ഓക്കെ, ഇനി നമ്മൾക്ക് ഇങ്ങനെ എടുത്തു, എഫ് ഓഫ് ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എടുത്തു. ഇനി ഇങ്ങനെ ചൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഫോർ എനി ഇ ഓഫ് എക്സ് ആൻഡ് ഇ ഓഫ് വൈ ഇൻ ഇ ഓഫ് എക്സ് ഡി ഡാഷ് ഓഫ് d double dash of f of e of x, f of e of y is equal to d dash of e of x, e of y ആയിരിക്കും. കാരണം എന്താണ്? ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം നമുക്ക്. കൺസിഡർ d double dash of f of e of x, f of e of y. അപ്പോൾ f of e of x ഉം f of e of y എന്തിന് ഈക്വൽ ആവുന്നത്? d double dash of f of x നും f of y ഈക്വൽ ആണ് ബൈ ഡെഫിനിഷൻ ഓഫ് f. ഇനി ഹിയർ f ഐസോമെട്രിക് എംബെഡിങ് ആയതുകൊണ്ട് ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യും. അപ്പൊ ഇത് d ഓഫ് എക്സ് വൈക്ക് ഈക്വൽ ആണ്. കാരണം എന്താ? എക്സും വൈയും എക്സിലുള്ള എലമെന്റ്സ് ആണ്. അപ്പൊ അവിടെ മെട്രിക് d ആയിരിക്കും. ഇനി അഗെയിൻ ഇ എന്ന് പറയുന്ന ഐസോമെട്രിക് എംബെഡിങ് അല്ലേ? അപ്പൊ ഇത് എന്തിന് ഈക്വൽ ആയി? d ഡാഷ് ഓഫ് ഇ ഓഫ് എക്സ് ഇ ഓഫ് വൈക്ക് ഈക്വൽ ആയി. അപ്പൊ എന്ത് കിട്ടി? d ഡബിൾ ഡാഷ് ഓഫ് എഫ് ഓഫ് ഇ ഓഫ് എക്സ് എഫ് ഓഫ് ഇ ഓഫ് വൈ ഇസ് ഈക്വൽ ടു d dash of e of x e of a എന്ന് കിട്ടി. ഫോർ എനി എക്സ് ആൻഡ് വൈ ഇൻ എക്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് നമ്മൾക്ക് എന്ത് അറിയാം? ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ഇ ഓഫ് എക്സിലുള്ളതാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ ഡിസ്റ്റൻസ് പ്രിസർവിങ് ഫംഗ്ഷൻ ഓൺ ഇ ഓഫ് എക്സ് ആണ്. ഇനി ഞാൻ ഈ ഫംഗ്ഷനെ, അതായത് നമ്മളിപ്പം y എടുത്തു, yയിൽ ഡെൻസ് ആയിട്ടുള്ള ഒരു സെറ്റായ ഇ ഓഫ് എക്സിലാണ് ഞാൻ എന്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ എഫിനെ അങ്ങനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. റിമൈനിങ് വെക്ടേഴ്സിലോട്ട് കൂടി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നു. അപ്പൊ ആ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷനെ ഞാൻ എഫ് ടിൽഡ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പൊ എഫ് ടിൽഡ ഓൾറെഡി ഇ ഓഫ് എക്സിൽ ഡിഫൈൻഡ് ആണ്. എനിക്കിനി അത് ഇ ഓഫ് എക്സിലേതല്ലാതെ ഉള്ള പോയിന്റ്സിൽ കൂടി ഡിഫൈൻ ചെയ്താൽ മതി. അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ y ഇൻ y മൈനസ് ഇ ഓഫ് എക്സ്. അപ്പൊ നമ്മൾക്ക് എന്താണ്? എന്തായാലും ഇ ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ. സോ വി ക്യാൻ ഫൈൻഡ് എ സീക്വൻസ് y n which converges to what? Which converges to y. യിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് സീക്വൻസ് y n ഇ ഓഫ് എക്സിൽ ഉണ്ടായിരിക്കും. കാരണം എന്താ? ഇ ഓഫ് എക്സ് ക്ലോഷർ ഈക്വൽ ടു y ആയതുകൊണ്ട്. അപ്പൊ വൈയിൽ നിന്ന് എടുക്കുന്ന പോയിന്റ് ഒന്നുകിൽ അത് ഇ ഓഫ് എക്സിലേതായിരിക്കും, അല്ലെങ്കിൽ അതെന്താണ്? ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. അപ്പോ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന y എവിടെ നിന്നാ? y മൈനസ് ഇ ഓഫ് എക്സിലേതാണ്. അപ്പൊ അത് ഇ ഓഫ് എക്സിൽ ഇല്ല എന്നത് കൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? ഇ ഓഫ് എക്സിന്റെ ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇ ഓഫ് എക്സിൽ നിന്ന്
വൈയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. അത്തരത്തിലുള്ള സീക്വൻസ് ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൺവേർജിങ് സീക്വൻസ് ആയതുകൊണ്ട് സീക്വൻസ് yn എന്താണെന്ന് നമ്മൾക്ക് പറയാം. സീക്വൻസ് yn ഈസ് എ കോഷി സീക്വൻസ്. കോഷി സീക്വൻസ്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സീക്വൻസ് yn കോഷി സീക്വൻസ് ആണ്. അപ്പൊ സീക്വൻസ് yn കോഷി സീക്വൻസ് ആയതുകൊണ്ട് സീക്വൻസ് f ഓഫ് yn ഉം കോഷി സീക്വൻസ് ആയിരിക്കും. എവിടെയുള്ള f ഓഫ് yn എന്ന് പറയുന്നത് z d ഡബിൾ ഡാഷിലുള്ള എലമെന്റ് ആണ്. അപ്പൊ ഇത് എന്തായിരിക്കും? വിച്ച് ഇസ് എ കോഷി സീക്വൻസ് ഇൻ സെറ്റ് d ഡബിൾ ഡാഷ് ആയിരിക്കും. നമുക്കത് പ്രൂവ് ചെയ്യണ്ടേ? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ d double dash of f of yn f of yn. ഇത് എന്തിന് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു yn ഉം ym ഉം e ഓഫ് എക്സിലേതാണെങ്കിൽ നോക്കിക്കേ, ഇതാ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തിട്ടേ ഉള്ളൂ. d ഡബിൾ ഡാഷ് ഓഫ് f ഓഫ് ex f ഓഫ് ey ഈക്വൽ ടു d ഡാഷ് ഓഫ് e ഓഫ് x e ഓഫ് y എന്ന്. അപ്പൊ അത് പ്രകാരം നമ്മൾക്ക് എന്താണ് എക്സ് ഇ ഓഫ് എക്സിലുള്ള ഏത് രണ്ട് എലമെന്റ് ഇ ഓഫ് എക്സ് ഇ ഓഫ് വൈ എടുത്തു കഴിഞ്ഞാലും അതിനെല്ലാം ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യപ്പെടും. അപ്പൊ ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന yn നും ym നും ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യപ്പെടും. അപ്പൊ എന്താണ് d ഡാഷ് ഓഫ് yn ym എന്ന് വന്നു. ഇനി ഈ സീക്വൻസ് എന്താണ്? Which is Cauchy sequence. So this is less than epsilon for all n greater than or equal to n എന്ന് പറയാം. And for any positive number epsilon, there exists a positive integer n such that d double dash of f of yn f of ym is less than epsilon for all n greater than or equal to n, which implies that the sequence f of yn is a Cauchy sequence. ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സീക്വൻസ് Cauchy സീക്വൻസ് ആണ്. ആൻഡ് അത് എവിടെ വരുന്നതാണ്? സെറ്റ് ഡി ഡബിൾ ഡാഷിൽ വരുന്ന Cauchy സീക്വൻസ് ആണ്. ആൻഡ് സെറ്റ് എന്താണ്? വിച്ച് ഈസ് കംപ്ലീറ്റ് അല്ലെ? നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റിലെ റിസൾട്ടിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക് സ്പേസ് എടുക്കുന്നു എന്നാണ്. അപ്പൊ ആ മെട്രിക് സ്പേസ് എന്താണ്? കംപ്ലീറ്റ് ആണ്. അപ്പൊ കംപ്ലീറ്റ് മെട്രിക് സ്പേസിലുള്ള ഒരു Cauchy സീക്വൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. സോ ഈ Cauchy സീക്വൻസ് എന്തായിരിക്കും? കൺവേർജ് ചെയ്യും. അപ്പൊ എന്താണ്? f of yn, the sequence f of yn converges in z. Let it converges to the point y tilde in z. ഇത് ഈ ചൂസ് ചെയ്തിരിക്കുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് y tilde എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ f tilde of y ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ f tilde of y is equal to y tilde. ഈ സീക്വൻസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത്, അത് ഈ സീക്വൻസിന്റെ ലിമിറ്റ് എന്താണോ അതാണ് എന്തായിട്ട് വരുന്നത്? ഇവിടെ ഇമേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ f tilde നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്തു? y-ൽ നിന്ന് z-ലോട്ട് ഡിഫൈൻ ചെയ്തു. അതിന് e ഓഫ് എക്സിലുള്ള എല്ലാ എലമെന്റ്സിനും f tilde ഈക്വൽ ടു f തന്നെയാണ്. ഇ ഓഫ് എക്സ് ഇല്ലാത്ത എലമെന്റിനൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഇത്തരത്തിൽ സീക്വൻസുകൾ എടുക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ് എഫ് ഓഫ് വൈ എന്ന് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നോ, അതായത് ഈ ഒരു സീക്വൻസിന്റെ ലിമിറ്റ് എന്താണോ അതാണ് ഇമേജ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾക്ക് എന്താ പറയാം? യുണീക്ക് ലിമിറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഏത് യുണീക്ക് ലിമിറ്റേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എഫ് ടിൽഡ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണ്. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾക്ക് ഫംഗ്ഷൻ എഫ് ടിൽഡ ഫ്രം y ടു z ഉണ്ട്. ഈ ഫംഗ്ഷൻ ആണ് ഐസോമെട്രി എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് 1 ആണ്, ഓൺ ടു ആണ്, ഡിസ്റ്റൻസ് പ്രിസർവിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഡിസ്റ്റൻസ് പ്രിസർവിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഡിസ്റ്റൻസ് പ്രിസർവിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എഫ് ഓൺ ഇ ഓഫ് എക്സ് ഡിസ്റ്റൻസ് പ്രിസർവിംഗ് ആണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എഫ് ടിൽഡ എന്ന് പറയുന്നത് ഇ ഓഫ് എക്സിൽ എഫ് തന്നെയാണ് വരുന്നത്. സോ എഫ് ടിൽഡ ഡിസ്റ്റൻസ് പ്രിസർവ്സ് ഓൺ ദി സെറ്റ് ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സിൽ എഫ് ടിൽഡ ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇനി ഇ ഓഫ് എക്സിൽ ഇതല്ലാതെയുള്ള പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ്സിലും ഫംഗ്ഷൻ ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഫോർ എനി എക്സ് വൈ ഇൻ y മൈനസ് ഇ ഓഫ് എക്സ് നമ്മൾക്ക് d ഡബിൾ ഡാഷ് ഓഫ്
f of x, f tilde of x, f tilde of y equal to d double dash of d dash of xy എന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഇത് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ f tilde of x എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? x belongs to x belongs to x and y belongs to y minus e of x ആയതുകൊണ്ട് there exists a sequence xn and yn such that sequence xn converges to x and sequence yn converges to y. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം f tilde of x എന്തായിരിക്കും? which is the limit of the sequence f of xn, and f tilde of y will be the limit of the sequence f of yn. ഇങ്ങനെയാണ് f tilde of x ഉം f tilde of y ഉം ഡിഫൈൻ ചെയ്യുന്നത്. Now we are going to prove that d double dash of f tilde of x, f tilde of y is equal to the limit n tends to infinity or limit of the d of d double dash of f of xn f of y. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രൂവ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇത് എന്ത് വരും? ലിമിറ്റ് ഓഫ് ഇനി നോക്കുക, ഇവിടെ ഡി ഡബിൾ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് വൈ എൻ, എക്സ് എന്നും വൈ എന്നും എവിടെയുള്ള പോയിന്റ്സ് ആണ്? ഇ ഓഫ് എക്സിലുള്ള പോയിന്റ്സ് ആണ് അല്ലെ, വിച്ച് ബിലോങ്സ് ടു ഇ ഓഫ് എക്സ് ആണ്. അപ്പൊ അത് ഇ ഓഫ് എക്സിലുള്ള പോയിന്റ്സ് ആയതുകൊണ്ട് ഡി ഡബിൾ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നും എഫ് ഓഫ് വൈ എന്നും എന്തായിരിക്കും? ഡി ഡാഷ് ഓഫ് എക്സ് എൻ വൈ എന്നിന് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? ഡിസ്റ്റൻസ് പ്രിസർവിങ് ഓൺ ഇ ഓഫ് എക്സ് എന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈക്വൽ ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഡി ഡാഷ് ഓഫ് എന്താണ്? എക്സ് എന്നിന്റെ ലിമിറ്റ് എക്സ്, വൈ എന്നിന്റെ ലിമിറ്റ് എന്താണ്? വൈ. ഡി ഡാഷ് ഓഫ് എക്സ് വൈ എന്ന് വന്നു. അപ്പൊ നമ്മൾക്ക് എന്ത് മാത്രമേ ഇവിടെ ഇപ്പൊ എന്ത് കിട്ടി? ഡി ഡബിൾ ഡാഷ് ഓഫ് എഫ് ടിൽഡ ഓഫ് എക്സ് എഫ് ടിൽഡ ഓഫ് വൈ ഈക്വൽ ടു ഡി ഡാഷ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടി. അപ്പൊ ഫംഗ്ഷൻ ഡിസ്റ്റൻസ് പ്രിസർവിങ് ആണെന്ന് കിട്ടി. ഇപ്പൊ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ രണ്ട് കേസായിട്ട് പ്രൂവ് ചെയ്തത് നമുക്ക് വൈയിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഡിസ്റ്റൻസ് പ്രിസർവിങ് എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കണ്ടീഷനാണ് നമ്മൾക്കിനി പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ഡി ഡബിൾ ഡാഷ് ഓഫ് എഫ് ടിൽഡ ഓഫ് എക്സ് എഫ് ഓഫ് xn plus d double dash of xn f of xn f of yn plus d double dash of f of yn f tilde of y. This is less than or equal to, not this is greater than or equal to, ഇത് രണ്ടൊന്ന് ആഡ് ചെയ്ത് നോക്കിയാണ്. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടും? This is greater than or equal to d double dash of f of f tilde of x f of yn അല്ലെ. This expression is less than or equal to, this distance is less than or equal to the sum of these two distances by metric property plus ഈ ഒരു ഡിസ്റ്റൻസ് എഴുതുക, d double dash of f of yn f tilde of yn. Now
this is greater than or equal to d double dash of f tilde of x, f tilde of y. ഇപ്പൊ എന്ത് കിട്ടി നമ്മൾക്ക്? d double dash of f tilde of x, f tilde of y is less than or equal to ഈ എഴുതിയിരിക്കുന്ന സാധനമാണെന്ന് കിട്ടി. ഈ പറഞ്ഞിരിക്കുന്ന സാധനം. അപ്പൊ അതെല്ലാം നോക്കിക്കേ. ഈ സെക്കൻഡ് എഴുതിയിരിക്കുന്ന ഡിസ്റ്റൻസിന് ഞാൻ ഈ ഡി ഡബിൾ ഡാഷ് എഫ് ടിൽഡ ഓഫ് എക്സ് എഫ് ടിൽഡ ഓഫ് വൈയുടെ സൈഡിലോട്ട് എടുത്തു. അപ്പൊ എന്ത് വരും? മൈനസ് ഡി ഡബിൾ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് വൈ എൻ എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഡബിൾ ഡാഷ് ഓഫ് എഫ് ടിൽഡ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് d double dash of f tilde d double dash of what? d double dash of f of x f of y n f tilde of y എന്ന് വരും. Okay, so this modulus is less than or equal to this the sum of these distances. x n ഇവിടെ എഫ് ഓഫ് എക്സ് എൻ ആണ് എഫ് ടിൽഡ് ഓഫ് എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് എഫ് ഓഫ് വൈ എന്നെ എഫ് ടിൽഡ് ഓഫ് വൈയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number n such that these two is less than epsilon by 2. So epsilon by 2 plus epsilon by 2 for all n greater than or equal to n. ഈ എഫ് ടിൽഡ എഫ് ഓഫ് എക്സ് എൻ എഫ് ടിൽഡ ഓഫ് എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ എന്ന് കിട്ടും. ഇതുപോലെ തന്നെ എഫ് ഓഫ് വൈ എൻ എഫ് ടിൽഡ ഓഫ് വൈ എൻ വൈയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബൈ ചൂസിങ് എൻ ആർബിട്രറി ലാർജ് വി കൻ സേ ദാറ്റ് ദീസ് ടു ആർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 for all n greater than or equal to n. So, നമ്മൾക്ക് എന്ത് കിട്ടി? This is less than epsilon by 2 plus epsilon by 2 and which is equal to epsilon. അപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? d double dash of f tilde of x f tilde of y minus d double dash of f of x f of yn f of yn modulus is less than epsilon for all n greater than or equal to n എന്ന് കിട്ടി. ഇപ്പൊ എന്താണ്? വിച്ച് മീൻസ് ഇത് റിയൽ നമ്പർ ആണ് അല്ലെ? അപ്പൊ റിയൽ നമ്പേഴ്സിൽ കൺവേർജൻസ് എങ്ങനെയാണ്? മോഡ് എക്സ് എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഇഫ് ദർ എക്സിസ്റ്റ് എനി എൻ വിത്ത് ദിസ് കണ്ടീഷൻ ആണെങ്കിൽ എക്സ് എൻ എയിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഈ എഴുതിയിരിക്കുന്നതൊക്കെ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് എന്ത് പറയാം? This limit of this sequence is equal to d double dash of f tilde of x f tilde of y. So d double dash of f tilde of x f tilde of y is equal to the limit of d double dash of f of x and f of y എന്ന്. Okay, നമ്മൾ ആ ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്തു. സോ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഈ ഒരു ഫംഗ്ഷൻ ഡിസ്റ്റൻസ് പ്രിസർവിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് എന്താണ് ഫംഗ്ഷൻ 1 ആണ് ഓൺ 2 ആണെന്ന് പറയണം. If there exists 2 point xy such that f tilde of x equal to f tilde of y, then this is possible if and only if നമുക്ക് എന്തറിയാം? x equal to y if and only if d of xy equal to 0 ആണ്. ഇത് മെട്രിക് പ്രോപ്പർട്ടി ആണ്. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി? These two are equal if and only if d double dash of f tilde of x f tilde of y is equal to 0. ഇനി ഫംഗ്ഷൻ f tilde എന്താണ്? ഡിസ്റ്റൻസ് പ്രിസർവിംഗ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതെന്തായി തീരും? d dash of xy ആയി തീരും. And this is equal to 0. And this is possible if and only if x equal to y. Again applying metric property.
This is possible if and only if x equal to y എന്ന് കിട്ടി. എന്ത് കിട്ടി? f tilde of x equal to f tilde of y if and only if x equal to y. Therefore, the function f tilde is 1, 1. ഇനി ഓൺ ടു ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫംഗ്ഷൻ എങ്ങോട്ടാണ്? വൈയിൽ നിന്ന് ഇസഡിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എഫ് എന്തായിരുന്നു? ഐസോമെട്രിക് എംബെഡിങ് ഫ്രം എക്സ് ടു ഇസഡ് ആണ്. ആൻഡ് എഫ് ഓഫ് എക്സ് ക്ലോഷർ ഈക്വൽ ടു ഇസഡ് ആണ്. ഇനി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സിൽ നിന്നുള്ള ഒരു എലമെന്റ് ആണെങ്കിൽ അത് ഈ ഒരു ഫോമിലാണ് ഉണ്ടാവുക. ദ ഇമേജ് ഓഫ് സം എലമെന്റ് ഇൻ എക്സ്. അപ്പോൾ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രകാരം നമ്മൾക്ക് എന്തായാലും ഒരു ഇ ഓഫ് എക്സ്, ഇ എക്സ് എവിടെ ഉണ്ടായിരിക്കും? ഇ ഓഫ് എക്സിൽ ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് എഫ് ഓഫ് ഇ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾക്ക് എഫ് ഓഫ് എക്സിലുള്ള എല്ലാ എലമെന്റിനും പ്രീ ഇമേജ് ഉണ്ട്. ഇനി ഞാൻ ഇസഡിലുള്ള ഒരു എലമെന്റ് എടുത്തു എന്ന് വിചാരിക്കുക, വിച്ച് ഇസ് നോട്ട് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, സെഡിലുള്ള എലമെന്റ് ആണ്, എന്നാൽ അത് എഫ് ഓഫ് എക്സിലുള്ള അത്തരത്തിലൊരു പോയിന്റ് ഇസഡ് ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോ എഫ് ഓഫ് എക്സിൽ ഇല്ലാത്തത് കൊണ്ടും എഫ് ഓഫ് എക്സ് ക്ലോഷർ ഈക്വൽ ടു സെഡ് ആയതുകൊണ്ടും ആ പോയിന്റ് എന്തായിരിക്കണം? ലിമിറ്റ് പോയിന്റ് ആയിരിക്കണം. എന്തിന്റെ? എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് പോയിന്റ് ആയിരിക്കണം. അപ്പൊ നമുക്കൊരു സീക്വൻസ് ഇസഡ് ഇൻ എഫ് ഓഫ് എക്സിൽ ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് സീക്വൻസ് സെഡ് കൺവേർജസ് ടു ദ പോയിന്റ് ഇസഡ്. സെഡിലോട്ട് കൺവേർജ് ചെയ്യുന്നൊരു സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഈ സീക്വൻസിനൊക്കെ, ഈ എലമെന്റിനൊക്കെ എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ടല്ലോ, അല്ലേ? അപ്പൊ there exists some xn such that f of xn is equal to what? Zn എന്ന് വരും. അപ്പൊ ഞാൻ ഈ xn എടുത്തു കഴിഞ്ഞാൽ xn എന്തായിരിക്കും? എക്സിലുള്ള വൈയിലുള്ളൊരു സീക്വൻസ് ആയിരിക്കും. കോഷി ഇപ്പൊ ഇവിടെ ഇസഡൻ കോഷി കൺവേർജൻ സീക്വൻസ് ആണ്, സോ അത് കോഷിയാണ്. അപ്പൊ അതിന്റെ പ്രീ ഇമേജ് എക്സനും എന്തായിത്തീരും? അവിടെ കോഷി സീക്വൻസ് ആയിരിക്കും. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡിസ്റ്റൻസ് പ്രിസർവിങ് എന്ന കണ്ടീഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. കാരണം എന്താണ്? ഡി ഡാഷ് ഓഫ് എക്സൻ എക്സം ഈക്വൽ ടു ഡി ഡബിൾ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സൻ എഫ് ഓഫ് എക്സം എന്ന് വരും. ആൻഡ് എഫ് ഓഫ് എക്സൻ എന്തിന് ഈക്വൽ ആയിരുന്നു? സെഡ് എന്നിന്. ഇവിടെ ഡി ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് എൻ ഇസഡ് എം എന്ന് വരും. അപ്പൊ ഈ രണ്ട് സീക്വൻസിന്റെയും ഡിസ്റ്റൻസ്, ഏത് രണ്ട് പോയിന്റിനും ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇക്വാലിറ്റി വരുന്നുണ്ട്. ഈ ഇസഡ് എൻ കോഷി ആയതുകൊണ്ട് നമുക്ക് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ആൻഡ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ നാച്ചുറൽ നമ്പർ എന്ന് പറയാം. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡി ഡാഷ് ഓഫ് എക്സ് എൻ എക്സ് എം ആയതുകൊണ്ട് നമ്മൾക്ക് എക്സ് എൻ എക്സ് സീക്വൻസ് എക്സ് എന്നും കോഷി ഇൻ ഇ ഓഫ് എക്സ് എന്ന് പറയാം. ആണല്ലോ. അപ്പൊ ഇ ഓഫ് എക്സ് ഉള്ള കോഷി സീക്വൻസ് ആണ്. അപ്പൊ അത് വൈയിലുള്ള ഒരു പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ആ ഒരു സീക്വൻസ് എക്സ് എന്ന് പോയിന്റ് വൈയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ പ്രകാരം എഫ് ടിൽഡ ഓഫ് വൈ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എൻ, അതായത് ഇസഡ് എൻ എങ്ങോട്ടാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും, അതായത് ലിമിറ്റ് ആയിരിക്കും വരിക. അപ്പൊ ആ ലിമിറ്റ് എന്താണ്? ഇസഡ് ആണ്. എന്ത് കിട്ടി? ഇസഡ് എന്ന് കിട്ടി. അപ്പൊ എല്ലാ ഇമേജിനും, എല്ലാ പോയിന്റിനും, ഇസഡിലുള്ള എല്ലാ പോയിന്റിനും പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദ ഫംഗ്ഷൻ എഫ് ടിൽഡ ഈസ് ഓൺ ടു. അപ്പൊ നമ്മളുടെ ഈ ഒരു തിയറി ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. എഫ് ടിൽഡ ഐസോമെട്രി ആണെന്ന് പ്രൂവ് ചെയ്തു. എഫ് ടിൽഡ ഐസോമെട്രി ആയതുകൊണ്ട് വൈയും ഇസഡും ഐസോമെട്രിക്കലി ഇക്വലന്റ് ആണ്. സോറി, നോട്ട് ഐസോമെട്രിക്കലി, മെട്രിക്കലി ഇക്വലന്റ് ആണ്. അപ്പൊ മെട്രിക്കലി ഇക്വലന്റ് ആണ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ഏതൊരു മെട്രിക് സ്പേസ് വിച്ച് സാറ്റിസ്ഫൈസ് ദോസ് കണ്ടീഷൻസ് എടുത്താലും നമ്മൾക്ക് ആ ഒരു മെട്രിക് സ്പേസ് ഈസ് യുണീക്ക് അപ് ടു മെട്രിക്കൽ ഇക്വലൻസ് ആയിരിക്കും. അതായത് വൈ ഡി ഡാഷിനോട് എപ്പോഴും മെട്രിക്കലി ഇക്വലന്റ് ആയിരിക്കണം.